വയനാട്ടിലെ പുൽപ്പള്ളിയിലത്തെ ഈ 7 ദിവസത്തെ പരിപാടി 8 ദിവസത്തെ പരിപാടി ഒന്ന് കഴിഞ്ഞു. തിരിച്ച് ഇനി നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും പാക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. എല്ലാവരും എല്ലാ പാക്കിങ്ങിലാണ്. കാരണം ഇവിടെ നിന്നല്ല, എക്സിബിഷനെ സംബന്ധിച്ച് 7 ദിവസം 8 ദിവസത്തെ കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു അടയ്ക്കുമ്പോഴൊക്കെ എല്ലാ ഉത്സവ തിരക്ക് സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജ് പരിപാടി കഴിഞ്ഞിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ. സ്റ്റേജ് പരിപാടി എല്ലാം കഴിഞ്ഞ് അടച്ച് സ്റ്റേജ് പരിപാടി ഒരിക്കലും നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടത്തൊക്കെ 11 മണി കഴിഞ്ഞ് അടയ്ക്കണം, എല്ലാ പരിപാടിയും നിർത്തണം, സ്റ്റേജ് പരിപാടി നിർത്തണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പുലർച്ചെ വയനാട് സംബന്ധിച്ചിട്ട് പുലർച്ചെ 2 മണി 3 മണി എല്ലാ പരിപാടിയൊക്കെ ഉണ്ടാവും. ഗാനമേളയിലും ഈ കൊല്ലം പരിപാടി വളരെ കുറവാണ്. ഉത്സവാഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കൊല്ലം വളരെ കുറവാണ്. എന്നാലും 12 മണി 1 മണിക്കൊക്കെയാണ് അവസാനിക്കുക. അത് കഴിഞ്ഞ് ആളൊക്കെ അടച്ച് ആളെ ഒരുക്കി വെച്ച് റൂമിലൊക്കെ എത്തി ഭക്ഷണം കഴിക്കുമ്പോൾ സമയം 12 മണി എന്നുള്ളത് 2 മണി 3 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് എടുക്കുക. അതേ മാത്രം നേരം വെളുത്ത് നേരത്തെ തിരിച്ച് വരണം. നേരത്തെ തിരിച്ചിട്ട് ഒരു 8 മണി 9 മണി കൂടിയിട്ട് വന്ന് സ്റ്റാൾ തുറക്കണം. ഇങ്ങനെ 7 ദിവസം 8 ദിവസം അടുപ്പിച്ച് കിട്ടുന്നത് മനുഷ്യ ആകെ ടയർഡായി പോകും. ആകെ ടയർഡാവണം അങ്ങനെ ആവുന്നത്. അപ്പോൾ ആ ടയർഡാവുന്നത് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണുന്നുണ്ട. ആ കാണുന്നതാണ് ഇന്നലെ ഉത്സവം തീർന്ന, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഉത്സവം അവസാനിച്ച പുൽപ്പള്ളിയിലത്തെ അമ്പലം. ആ അമ്പലം കാണുമ്പോൾ ഒരുപാട് പഴക്കമുള്ള അമ്പലമായി എടുക്കുന്നു. ഒരുപാട് പഴക്കമുള്ള അമ്പലമാണ്. എന്താ ചെയ്യാൻ അറിയാം. അന്നദാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് 4 ദിവസം 5 ദിവസത്തെ ഉത്സവം കഴിഞ്ഞു. ഞാൻ 7 ദിവസം പറഞ്ഞത് ഞങ്ങളെ സ്റ്റാളിൻ്റെ കാര്യം, എക്സിബിഷൻ്റെ കാര്യമാണ്. കാരണം അത് എന്തായാലും 1 ദിവസം മുമ്പ് ഒന്ന് സെറ്റ് ചെയ്യും. അപ്പം എന്തായാലും പിന്നെ പരിപാടി കഴിഞ്ഞാലും വന്ന് പോകാൻ പറ്റില്ല, പിറ്റേ ദിവസം പോകാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ 7 ദിവസം പറഞ്ഞത്. 4 ദിവസം 5 ദിവസം പരിപാടി കഴിഞ്ഞ് അടുത്ത കൊല്ലാണ് വീണ്ടും ഞങ്ങളിവിടെ കച്ചവടത്തിന് വരുന്നത്. ഉത്സവം കഴിഞ്ഞു നാട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടികളാണ് എല്ലാവരും. ജാഗ്രതയോടനുബന്ധിച്ചുണ്ടായിരുന്ന അമ്യൂസ്മെന്റ് ഇതിൽ കാണുന്നു. അമ്യൂസ്മെന്റ് തൊഴിലാളികള്, പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങള്, കുട്ടികൾ കളിക്കാനുള്ള ഇതിന് അവിടെ കാണുന്നു. ഈ അമ്പലത്തിന്റെ സൈഡൊക്കെ കാണാൻ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ആല് മരം ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ മേള. അതാണ് ഈ കാണുന്നത് ഞങ്ങളുടെ മേള. അതിപ്പോ ഞാൻ ബാക്ക് വശമാണ്. ഉള്ളിൽ പുറവശം ഗേറ്റ് അപ്പുറം ഫ്രണ്ടിലാണ്. അകത്തേക്ക് കിടക്കുന്ന എൻട്രൻസ് അപ്പുറത്താണ്. ഇതാണ് ഞങ്ങളുടെ മേള. ഞാൻ പുറത്തിറങ്ങിയിട്ട് എടുത്ത വീഡിയോകളാണ്. ഓക്കെ, മറ്റു വിശേഷങ്ങളൊക്കെ നാട്ടിലായിരിക്കും കുറച്ച് ദിവസം.